തീർച്ചയായിട്ടും ഇന്ന് വന്ന് ഈ കുടുംബത്തിൽ വന്ന് പാണക്കാട് തറവാട്ടിൽ വന്ന് ഈ ചടങ്ങിൽ ഈ പെരുന്നാളിന്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിന്റെ ആശംസകൾ കൂടി നേരുകയാണ്. ഏതായാലും സന്തോഷമുണ്ട്. ഈ നല്ല സുദിനത്തിൽ സി എമ്മിന് ആതിഥ്യം വരളാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാത്തിലും ആശംസകൾ നേരുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാക്കുകളാണ്. അദ്ദേഹം ഇത് പറയുന്നത് മലപ്പുറം പാണക്കാട് തങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. ബലിപെരുന്നാൾ ദിനത്തിൽ രാവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാണക്കാട് തങ്ങളുടെ വീട്ടിലെത്തി. കുഞ്ഞാലിക്കുട്ടിയും സ്വീകരിക്കാനുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു. വി.ഡി. സതീശൻ കോഴിക്കോട്ടേക്ക് യാത്രയായി. എല്ലാവർക്കും സന്തോഷമായി. പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി രാവിലെ വീട്ടിലെത്തിയത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവം ഞങ്ങൾക്കുണ്ടാകുന്നത് എന്നാണ്. നല്ല കാര്യം തന്നെ. പാണക്കാട് തങ്ങൾ സന്തോഷവാനാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടി സന്തോഷവാനാണ്. വി.ഡി. സതീശൻ അതിനേക്കാളുമേറെ സന്തോഷവാനാണ്. പക്ഷേ സന്തോഷമില്ലാത്ത, ബലിപെരുന്നാൾ ദിനത്തിലും സന്തോഷമില്ലാത്ത, എല്ലാ മാസവും കയ്യിൽ കിട്ടുന്ന 2000 രൂപ ലഭിക്കാത്ത 10,000 അതേ സമുദായത്തിൽ. അവർ ദുഃഖത്തിലാണ്. അവർക്ക് പെൻഷൻ കൃത്യസമയത്ത് എത്തിക്കാൻ, ബലിപെരുന്നാളിന് മുമ്പ് പെൻഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ സർക്കാരിന്, വി.ഡി. സതീശന്. 25-ന് മുമ്പ് പെൻഷൻ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിന്റെ സ്ഥിരം സ്വഭാവം തന്നെ പ്രഖ്യാപനം. വെണ്ടക്കയായി വാർത്തകളും വന്നിരുന്നു. പക്ഷേ 25 കഴിഞ്ഞ് 26 ബലിപെരുന്നാളും കഴിഞ്ഞു. ഇതുവരെയും പെൻഷൻ ലഭിച്ചിട്ടില്ല ആർക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തിന് ഇടയിൽ ഇതുവരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ബലിപെരുന്നാൾ ദിനത്തിന് മുമ്പ് കുടിശ്ശികയുള്ള പെൻഷൻ നൽകുന്ന രീതിയാണ് എല്ലാ കാലത്തും ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ചത്, പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചത്. അതും ഇവിടെ തെറ്റിയിരിക്കുന്നു. ഉത്സവ ആഘോഷങ്ങൾക്ക് തൊട്ടു മുമ്പ് പെൻഷൻ തുക കയ്യിൽ കൊടുക്കുക, കയ്യിലെത്തിച്ചു കൊടുക്കുക എന്ന രീതി മാറിയിരിക്കുന്നു. LDF സർക്കാർ മാറിയതോടുകൂടി കഷ്ടപ്പെടുന്നത് 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരാണ് എന്നുകൂടി ഓർക്കുക. 3000 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചവരാണ്. 3000 രൂപ എന്ന് വർദ്ധിപ്പിക്കും എന്നറിയില്ല. 5 വർഷം കാലാവധിയുണ്ട്. കാലാവധി തീരുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ 5 വർഷം കഴിയുന്നതിന് മുമ്പ് വർദ്ധിപ്പിച്ചാൽ മതി. ഇതുവരെയും നയാ പൈസ വർദ്ധിപ്പിച്ച് നൽകിയിട്ടില്ല എന്നുകൂടി ഓർക്കണം. 2000 രൂപയാണ് LDF സർക്കാർ നൽകുന്നത് പെൻഷൻ. 500 രൂപയിൽ നിന്ന് 2000 രൂപയായി LDF സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ആ തുക പോലും ഈ പെരുന്നാൾ ദിനത്തിന് മുമ്പ് നൽകാൻ കഴിഞ്ഞില്ല UDFന്. അങ്ങനെയുള്ള UDFന്റെ മുഖ്യമന്ത്രിയാണ് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ആഘോഷപൂർവ്വം കോഴിക്കോടേക്ക് യാത്രയാക്കിയത്. സ്വീകരിക്കാൻ വലിയ നേതാക്കളുടെ പട തന്നെ ഉണ്ടായിരുന്നു പാണക്കാട് തങ്ങളുടെ വീട്ടിൽ എന്നുകൂടി ഓർക്കണം. വലിയ സന്തോഷത്തോടെ അവർ പെരുന്നാൾ ആഘോഷിച്ചു. പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ പെൻഷൻ ലഭിക്കുന്നവർക്ക് 2000 രൂപ പോലും പെൻഷൻ നൽകാൻ കഴിയാത്ത പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി മൃഷ്ടാനം ഭക്ഷണം കഴിക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയെയുമാണ് നാം കണ്ടത്. UDF നേതാവ് കൂടിയാണ് പാണക്കാട് സാദിഖലി തങ്ങൾ എന്നുകൂടി ഓർക്കണം. അദ്ദേഹം പോലും ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ല എന്നോർക്കണം. പാവങ്ങളുടെ പെൻഷൻകാരുടെ ദുരിതം മനസ്സിലാക്കാൻ കഴിയുന്നവരല്ല ഇവരെന്ന്, UDF എന്ന്, മുഖ്യമന്ത്രി എന്ന്, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന്, പാണക്കാട് സാദിഖലി തങ്ങൾ എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. CPIMന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: 10 വർഷത്തിന് ശേഷം പെൻഷൻ ലഭിക്കാത്ത പെരുന്നാൾ ദിനം. UDF സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ വിശേഷ അവസരമായ ബക്രീദിന് പോലും പെൻഷൻ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല. 25 മുതൽ പെൻഷൻ നൽകുമെന്ന് വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചെങ്കിലും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൗണ്ടിൽ പണം എത്തിയില്ല. LDF സർക്കാരിന്റെ കാലത്ത് ഓണം, ക്രിസ്മസ്, ചെറിയ പെരുന്നാൾ തുടങ്ങി മലയാളികളുടെ എല്ലാ വിശേഷ അവസരങ്ങളിലും മുൻകൂറായി ക്ഷേമ പെൻഷൻ ഉറപ്പാക്കിയിരുന്നു. കഴിഞ്ഞ വിഷുവിനടക്കം 2 മാസത്തെ പെൻഷൻ ആളുകളിൽ എത്തി. 18 മാസം ക്ഷേമ പെൻഷൻ മുടക്കിയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തേക്കുള്ള തിരിച്ചുപോക്കിന്റെ തുടക്കമാണ് ഇതെന്നാണ് ആളുകൾ പറയുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിൽ എത്തിയവരാണ് നിലവിലുള്ള പെൻഷൻ പോലും കൃത്യമായി ആളുകളിൽ എത്തിക്കാത്തത്. പെൻഷൻ കിട്ടാത്ത പെരുന്നാൾ അക്കൗണ്ടിൽ പണം എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കാർഡും CPIM സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പെൻഷൻ ലഭിച്ചില്ല എന്നത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയാത്തത് എന്നതിൽ ഒരു വിശദീകരണവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല.
നേരത്തെ പെൻഷൻ നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകാറുണ്ട്. സഹകരണ ബാങ്ക് വഴിയാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത്. മറ്റു തരത്തിൽ അക്കൗണ്ട് വഴിയും പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. രണ്ട് രൂപത്തിലും ഇത്തവണ പെൻഷൻ എവിടെയും എത്തിയില്ല. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണോ, അതല്ല സർക്കാരിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ് പെൻഷൻ വിതരണം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയത് എന്ന് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അതേ മുഖ്യമന്ത്രിയാണ്, പെൻഷൻ വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയാണ് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി രാവിലെ പെരുന്നാളിന് ഭക്ഷണം കഴിച്ച് ആഘോഷത്തോടെ കോഴിക്കോടേക്ക് യാത്രയായതും.